ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് രണ്ട് ചരണം ഒന്ന് പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പാപക്കുഴിയിൽ നിന്നൻ പാദങ്ങൾ ഉയർത്തി നീ, പാപക്കുഴിയിൽ നിന്നൻ പാദങ്ങൾ ഉയർത്തി നീ, പാടുവാൻ പുതിയൊരു പാട്ടുമെന്നാവിൽ തന്നു, പാടുവാൻ പുതിയൊരു പാട്ടുമെന്നാവിൽ തന്നു. ശ്രീയേശുനാഥ നിൻ സ്നേഹം സ്വർഗമോടി വേടിഞ്ഞു എന്നെ, തേടി ധരയിൽ വന്ന, തേടി ധരയിൽ വന്ന ശ്രീയേശുനാഥ നിൻ സ്നേഹം അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും, അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും അകലവും നീളവും അറിയുവാൻ കഴിയുമോ, അകലവും നീളവും അറിയുവാൻ. ശ്രീയേശുനാഥ നിൻ സ്നേഹം സ്വർഗമോടി വേടിഞ്ഞു എന്നെ, തേടി ധരയിൽ വന്ന, തേടി ധരയിൽ വന്ന ശ്രീയേശുനാഥ നിൻ സ്നേഹം. ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹം എത്രയോ വലുതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. അതിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം അത് ഞങ്ങൾക്ക് ഗ്രഹിക്കുന്നതിലും അധികമാണ്, അപ്പുറമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം പുത്രനെ പോലും ആദരിയാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. We praise you Lord, we praise you Lord, we praise you Lord. ഞങ്ങളുടെ സ്നേഹം എത്രയോ വലിയതാണ്, ഞങ്ങളുടെ സ്നേഹം എത്രയോ വലിയതാണ്. പാപച്ചുഴിയിലായിരുന്നു ഞങ്ങളെ ഹല്ലേലൂയ കരം പിടിച്ച് ഉയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തിയതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. യമനത്തെ സ്ഥിരമാക്കിയതിനായി നന്ദി പറയുന്നു. വായിക്ക് പുതിയൊരു പാട്ട് തന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ. നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവനും കർത്താവ് ഞങ്ങളെ പരിപാലിച്ചല്ലോ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സഭയായി കടന്നു വരുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയതിനായി നന്ദി പറയുന്നു. വീഴാതെ വണ്ണം പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. പ്രത്യാശയോടെ ഈ ഭൂപരപ്പിൽ നിർത്തിയതിനായി നന്ദി പറയുന്നു. നല്ല ആലോചനക്കാരനായി കൂടെയിരുന്നതിനായി നന്ദി പറയുന്നു. നിത്യതയോളം കൊണ്ടെത്തിക്കാമെന്ന് ഉള്ളിൽ നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കും വാഗ്ദത്തത്തിനുമായി നന്ദി പറയുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. നന്ദിയോടെ ഇന്ന് അങ്ങയെ സ്തുതിപ്പാൻ, എല്ലാത്തിലുപരിയായി ഞങ്ങളുടെ രക്ഷയോർത്ത് അങ്ങയെ വർണ്ണിപ്പാൻ, രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെയും കൃപ ചെയ്യണമേ. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ഈ സഭാഹോളിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് ഇന്ന് രാവിലെയും ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചവരായി, പ്രത്യാശ വർദ്ധിച്ചവരായി, അങ്ങേ കണ്ടവരായി, ഞങ്ങളുടെ സ്പർശനം അനുഭവിച്ചവരായി മടങ്ങിപ്പോകുവാൻ രാവിലെയും കൃപ തന്നാട്ട് ഞങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളുടെ ഹൃദ്യമായി സംസാരിക്കണമേ. ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കേൾപ്പിക്കുന്ന വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ രൂപാന്തരം വന്ന് അങ്ങയോടുള്ള അനുരൂപതയിലേക്ക് ഓരോ ദിവസവും അടുക്കുവാൻ സഹായിക്കണമേ. ശുശ്രൂഷകളെ ആദ്യോടന്തം അങ്ങയുടെ ആത്മാവിനെ നിയന്ത്രിക്കണം. അങ്ങയുടെ പുത്രനെ ഞങ്ങൾ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹൃദയം നിറഞ്ഞു നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ, പ്രത്യാശയോടെ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. എല്ലാവർക്കും വന്ദനത്തെ പറയുന്നു. ദൈവദാസന്മാർക്ക് വന്ദനത്തെ പറയുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 145 സങ്കീർത്തനം. 145 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദാവീദിന്റെ മനോഹരമായ സങ്കീർത്തനം. താൻ തന്നെ രാജാവായിരിക്കെ ദൈവത്തെ എപ്രകാരമാണ് താൻ അഭിസംബോധന ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും.
യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ എല്ലാവർക്കും നല്ലവൻ, തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. മനുഷ്യപുത്രന്മാരുള്ള അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിന് തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. യഹോവേ, നിന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവും ആകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവന്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ രാജാവായ ദാവീദ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ എർത്തിലി രാജാവാണെങ്കിലും നിത്യരാജ്യത്വമുള്ള, മാറാത്ത രാജ്യത്വമുള്ള ഒരേ ഒരു രാജാവ്, വാഴുന്നവനായി ഒരേ ഒരുവനേ ഉള്ളൂ, അത് ജീവനുള്ള ഈ ദൈവമാണ്. ഹല്ലേലൂയ. താൻ ആദ്യത്തെ വാക്യത്തിൽ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ ദൈവമേ എന്ന് മാത്രമല്ല, എൻ്റെ ദൈവമായ രാജാവേ. ഹല്ലേലൂയ. നമ്മുടെ എർത്തിലി പൊസിഷനൊക്കെ ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. നമ്മൾ വെറും ഫ്രെയിലാണ്, നമ്മൾ താൽക്കാലികരാണ്, അവൻ നിത്യനാണ്. അതാ താഴോട്ട് വരുമ്പോൾ നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. ദാവീദിനറിയാം താൻ ഒരു പരിധി വരെ രാജാവാകത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ആകും. ചുറ്റുപാടുകളിൽ രാജാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ എന്നേക്കും സ്ഥിരനായിരിക്കുന്ന നിത്യരാജ്യത്വമുള്ള ഒരു രാജാവ്, അത് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. അവൻ നിത്യനായതുകൊണ്ട് അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ നിത്യനാണ്. ഇറ്റേണൽ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും നമുക്ക് ധൈര്യപ്പെടാം, ആ ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ താഴോട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ് നാം അവനെ കുറിച്ച് പ്രസ്താവിക്കേണ്ടത്? തലമുറയോട് എന്താണ് പറയേണ്ടത്? അവന്റെ ക്രിയകളെ പുകഴ്ത്തണം, അവന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കണം, അവന്റെ തേജസ്സുള്ള മഹത്വത്തെ പ്രസ്താവിക്കണം, അവന്റെ അത്ഭുത കാര്യങ്ങളെ ധ്യാനിക്കണം, അവന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കണം, അവന്റെ മഹിമയെ വർണ്ണിക്കണം, അവന്റെ ഓർമ്മയെ പ്രസിദ്ധമാക്കണം, അവന്റെ നീതിയെ ഘോഷിച്ചുല്ലസിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവസന്നിധിയിൽ. മനസ്സ് നിറഞ്ഞ് കർത്താവിന്റെ നീതിയെ ഓർത്ത്, അവിടെ നമ്മെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത് പാട്ടുകൾ പാടുമ്പോഴും ഉള്ളു നിറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിത്യരാജാവാണ്, അവൻ എന്നെ രക്ഷിച്ചവനാണ്, അവൻ എന്നെ വീണ്ടെടുത്തവനാണ്. അവനെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ട ഒരുവനെയും അവൻ കൈവിടത്തില്ല. ഹല്ലേലൂയ. രാവിലെയും കർത്താവിനെ നമുക്ക് ചില ഗാനങ്ങൾ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല.
നിരപ്പു തന്നു. അവന് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ, പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ, ചെയ്യുമോ. അവനെ വിട്ടൊരു നാളും പോകുമോ, പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ, ചെയ്യുമോ. അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആയിരം ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം കൊണ്ട് വണങ്ങാം, അവനെ നമസ്കരിക്കാം. ഹല്ലേലൂയ. ഓ ബലവും ബഹുമാനമാകവേ, ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീടുവിൻ, വീടുവിൻ. ബലവും ബഹുമാനമാകവേ, ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീടുവിൻ, വീടുവിൻ. തിരുനാമത്തേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ, ഹല്ലേലൂയ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ഓ അവനക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. ഹല്ലേലൂയ. പിതാവിനോട് നമ്മെ നിരപ്പിച്ചതോർക്കാം. ഹല്ലേലൂയ. ഓ അവനെ വിട്ടൊരു നാളും പോകുമോ, പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ, ചെയ്യുമോ. അവനെ വിട്ടൊരു നാളും പോകുമോ, പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ, ചെയ്യുമോ. അവനെ ഒന്നനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ. ഹല്ലേലൂയ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ. ഹല്ലേലൂയ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ. ഹല്ലേലൂയ. ഓ വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ, ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ, വീഴുവിൻ. ബലവും ബഹുമാനമാകവേ, ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ, വീഴുവിൻ. തിരുനാമത്തേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ. ഹല്ലേലൂയ. We praise you, Lord. We praise you, Lord. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ. ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ ആയിരങ്ങളിൽ സുന്ദരൻ, അവൻ വന്ദിതൻ. അവനെ പോലെ മറ്റൊരു ദൈവമില്ല, അവനൊപ്പം പറയാനൊരു ആളുമില്ല. അവന് മുമ്പിൽ നമുക്ക് വണങ്ങി നമസ്കരിക്കാം. ബലവും ബഹുമാനവും ആകവേ അവന്റെ മുമ്പിൽ അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ, ഹല്ലേലൂയ, തന്റെ പുത്രനെ, ദൈവമായിരുന്നവനെ, ദൈവമായിരിക്കുന്നവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പിതാവുമായിട്ട് നമുക്കൊരു നിരപ്പ് ഉണ്ടായി, നമ്മളെ റെക്കൺസിൽ ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ ആ ധൈര്യത്തോടെയാണ് നാം ആയിരിക്കുന്നത്. അതിന് മുഖാന്തരമായത് ഒരുവനെ നമുക്ക് വേണ്ടി അയച്ചു, കർത്താവിനെ നമുക്ക് വേണ്ടി അയച്ചു. ഹല്ലേലൂയ. ആ ചിന്തയോടെ തന്നെ അടുത്ത ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
മാനുവേൽ മനുജസുത നിന്റെ മാനമേഴും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യം മഹിമയുണ്ടായിടട്ടെ നിനക്കു നാഥാ. മാനുവേൽ മനുജസുത ഏതനിരാദിമാൻ ചെയ്ത പാതകം പരിഹരിപ്പാൻ കൂടെ വന്നു. ക്രൂശിൽ മരിച്ചു എന്ന നിന്റെ പേശരമം ചരിതമെന്നതിവിപുലം. മാനുവേൽ മനുജസുത ഓ വൻവരോ മനുനിമിഷം പാടിക്കുമ്പിടുന്ന ഗുണമേഴും അധിപതിയേ. ചെമ്പകമലത്തോഴുന്ന പാദമൻപിനോടു നാമിക്കുന്നു നാമിക്കും നീതാ. മാനുവേൽ മനുജസുത നീതരായി ഗണിച്ചിരുന്ന വേദനാദിയായ ധീവരെ ദിവ്യകൃപയാ ശേഷി കൊണ്ടലങ്കരിച്ചു പരം പ്രേക്ഷണം ചെയ്തവനി ഗുരുക്കളായി നീ. മാനുവേൽ മനുജസുത വന്ദനം പരമധുരോ നിന്റെ നന്ദനീയമാഗുണങ്ങളൂരപ്പദമോ. ചന്ദനം തൊഴുകയെ കാണും തോന്നിടുന്നു നിൻ ചരിതം സുരഭിയായി. മാനുവേൽ മനുജസുത ഓ അല്പമോഹകരണം കൊണ്ടു നൽപ്പെടുന്ന മഹത്തായ വേലകൾ ചെയ്യൂ. ശില്പികൾ കൂടെയവരെ നീയെ പുരുഷൻ ചിരന്തന നമസ്കാരം. മാനുവേൽ ഓ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ വെല്ലുടുന്നു വലയുന്നുണ്ടാകയാ ദേവാ. തൊട്ടു നിന്നോമനക്കയ്യാ ഭാരം ചുട്ടുമീറും മനസ്സിനെ തണുപ്പിക്കണേ. മാനുവേൽ മനുജസുത ശ്രീരാമകരിമുകിലെ സാധുജാതമങ്ങളാണോ ഞങ്ങൾ നീ തരുന്നൊരു ശീകരമനുഭവിച്ചു സർവശോകവും ശമിപ്പിക്കുവാൻ കൃപ ചെയ്യണേ. മാനുവേൽ മനുജസുത ആശയമനുസ്മൃതിയും സ്നേഹപാശബന്ധം വിലയം വിമലതയും ദാസരിൽ വളർത്തണമേ നിത്യമേശുനാഥ. നമസ്കാരം നമസ്കാരം. മാനുവേൽ മനുജസുത നിന്റെ മാനമേഴും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യം മഹിമയുണ്ടായിടട്ടെ നിനക്കു നാഥാ. മാനുവേൽ മനുജസുത ഓ ഏതനിരാദിമനുജൻ ചെയ്ത പാതകം പരിഹരിപ്പാൻ കൂടലേ വന്നു. ക്രൂശിൽ മരിച്ചു എന്ന നിന്റെ പേശരമം ചരിതമെന്നതിവിപുലം. മാനുവേൽ മനുജസുത നിന്റെ മാനമേറും തൃപ്പാദങ്ങളാണെങ്കി നിന്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയോ ആമേൻ ആമേൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ഞങ്ങളുടെ പുത്രനെ രക്ഷിച്ചതായി നന്ദി പറയുന്നു കർത്താവേ. സ്വർഗ്ഗത്തിലെ സകല ആത്മീയതാലും പുത്രനെ അനുഗ്രഹിച്ചതായി നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ മാനമേഴും തൃപ്പാദങ്ങൾ ഞങ്ങൾ വണങ്ങുന്നു. അത് മാത്രം യോഗ്യനെന്ന് ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. നിനക്കു നാഥാ. മാനുവേൽ മനുജസുത നിന്റെ മാനമേഴും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യം മഹിമയുണ്ടായിടട്ടെ നിത്യം മഹിമയുണ്ടായിട്ടെ നിനക്ക് നാഥാ. ഹല്ലേലൂയ. നിന്റെ
ഞങ്ങളെ തന്നെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, thank you Lord. Praise you Lord, praise you Lord, praise you Lord, praise you Lord. We thank you Lord, we thank you Lord, we thank you Lord. Hallelujah. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആ ശ്രേഷ്ഠത നോക്കുമ്പോൾ ലോകപ്രകാരം യാതൊരു ശ്രേഷ്ഠതയുമില്ലാത്തവരെ, വചനത്തിൽ അത് പറയുന്നുണ്ട്, ഭോഷത്വമായതിനെ, നീചമായി എന്ന് കരുതിയതിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അവിടെ സംഭവിച്ചത്, അവിടെ ഉയർത്തിയത് അവന്റെ മഹത്വം, അവന്റെ മഹത്വമാ. അതൊട്ടും നമ്മൾ മറന്നുകൂടാ. ഇന്ന് രാവിലെയും അവനെ നമുക്ക് മഹത്വീകരിക്കാം, അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആ ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആ മനസ്സിന്റെ ആഴം, ആ ചിന്തയുടെ ആഴം, അവന്റെ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അത് ഓർത്തുകൊണ്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് ഇവിടെ വരുത്തട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ജെയ്സൺ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ പാദം നമിക്കുവാൻ, അങ്ങേക്ക് മഹിമയും ആരാധനയും പുകഴ്ചയും അർപ്പിപ്പാൻ ഒരവസരം കൂടെ തന്നനായി നന്ദി കർത്താവേ. ഏതെങ്കിലും പാപം മൂലം ദൈവത്തോടുള്ള സമത്വം ആ ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ സുപുത്രനെ അയച്ച് ആ ബന്ധം വീണ്ടും സ്ഥാപിച്ചത് ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തിന് നന്ദി കർത്താവേ. അതിനായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ അങ്ങ് മഹിമയും അങ്ങയുടെ പുകഴ്ചയും എനിക്ക് ആരാധനയും അർപ്പിപ്പാൻ ഒരവസരം കൂടെ തന്നനായി നന്ദി കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളും തിരുസാന്നിധ്യം വ്യാപരിച്ചാട്ട് മഹത്വം എടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തൃപ്പാദം കടന്നു വരുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഇവിടെ ഇല്ലെങ്കിലും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഞാൻ കാണുന്നില്ല. എല്ലാവർക്കായും സ്തോത്രം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറ്റ് പ്രിയപ്പെട്ടവരിന്ന് മടക്ക യാത്രയിലായിരിക്കുന്ന ഏകദേശം 15 പേരോളം ഇന്ന് ആബ്സെൻ്റാണ്. അവരൊക്കെ വെക്കേഷന് പോയിരിക്കുന്നല്ലോ. അവരുടെ വഴിയാത്രയിലൊക്കെ കർത്താവ് സൂക്ഷിക്കട്ടെ. ചിലരൊക്കെ റൂമിൽ കയറിയിട്ടുണ്ട്, ചുരുക്കം ചിലർ. അവരെ ഓർത്തും കർത്താവിന് സ്തോത്രം. സോ ബിഫോർ ഐ ഗോ ഫർദർ, ഐ ഇൻവൈറ്റ് അവർ little ones to come forward and memorize the word. He is my everything. He is my all. He is my everything, the great and small. He gave His life for me, made everything new. He is my everything. How about you? Like honey in the rock, sweet honey in the rock. For He tastes like honey in the rock. Oh, taste and see that the Lord is good. For He tastes like honey in the rock. I will instruct you in the way you should go. No, I will instruct you and teach you in the way you should go. I will guide you with my eye. Psalms 38, verses 8. Let us not be boastful, challenging one another, or envying one another. Galatians 5, verse 26. Psalms 91, verses 10. No evil shall be upon you, no plague come near your tent. Romans 8:1 For there is now no condemnation for those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit.
But those who hope in the Lord will renew their strength. They will soar on wings like eagles. They will run and not grow weary. They will walk and not be faint. I praise and thank the Lord for giving me for adding one more year into my life. Please pray for me. Philippians 2, verse 3 and 4. Do nothing out of selfish ambition or vain conceit. Rather, in humility, value others above yourselves, not looking to your own interests, but each of you to the interests of the others. Philippians 2 verses 3 and 4. Do nothing out of selfish ambition or vain conceit. Rather, in humility, value others above yourselves, not looking to your own interests, but each of you to the interests of the others. For as with the heart a person believes, resulting in righteousness, and with the mouth he confesses, resulting in salvation. Romans 10, verse 10. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? They sang a song, He is my everything. He is my all. And finally they asked a question, how about you? ഈ രാവിലെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവരാ. ഈ വചനവുമായി കടന്നു പോകേണ്ടവരാ. അവർ ഈ കുഞ്ഞു പ്രായത്തിൽ റിസൈറ്റ് ചെയ്യുന്ന ആ വാക്ക്, ആ വചനം അവൻ്റെ ഉള്ളിൽ പാപത്തെ വെറുക്കുവാൻ, കർത്താവിനോട് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇത് ചെറിയൊരു പ്രോഗ്രാമല്ല, ഇത് വലിയൊരു ശുശ്രൂഷയാണ്. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോർജ് ബ്രദറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. 14-15 വാക്യങ്ങൾ. Having wiped off the handwriting of requirements that was against us, which was contrary to us, and he has taken it out of the way, having nailed it to the cross. Having disarmed principalities and powers, he made a public spectacle of them, triumphing over them in it. ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വിഷയം ഓർക്കുന്നുണ്ടോ? ഹാബേലിന് രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം, ദ പവർ ഓഫ് ദ ബ്ലഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ക്രൂശ്, ബ്ലഡ്, യേശു കർത്താവിൻ്റെ വരവൊക്കെ എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്. ക്രൂശ് ശരിക്കൊരു ദൈവം ഇതിന് പഠിക്കേണ്ട വിഷയമാണ്. ബ്ലഡ് ഓഫ് ജീസസ് അതെവിടെയാണ് തെളിക്കപ്പെട്ടത്? ഇതെല്ലാം നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാത്തതുകൊണ്ട് ഒത്തിരി തെറ്റിദ്ധാരണകൾ വരുന്നത്. ആരുടെയും കുഴപ്പമല്ല, നമ്മളെല്ലാം അറിയുന്നവരല്ലല്ലോ. ചില കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിയുമ്പോഴാണ് ഇങ്ങനെയാണല്ലോ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. അതിന് ദൈവസഭയിലെ പഠിപ്പീര് നാം മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുമ്പിൽ വളരെ സമയം കുറവാണ്. ഈ സാൻഡ്വിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 2 ബന്നിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞ പോലെ 2 സർവീസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷുകാർ പറയുമായിരുന്നു, മലയാളം നീണ്ടു പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് സമയത്ത് തുറക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഴപ്പമില്ല, നിങ്ങളുടെ പാസ്റ്റർ കുഴപ്പമാണെന്ന് പറഞ്ഞു. ആരെങ്കിലും ചാറുണ്ടായോ? ഇനി എനിക്ക് ആകെ 15 മിനിറ്റേ ഉള്ളൂ. എന്നാലും ഞാൻ
സമയം അധികം എടുക്കാതെ നിങ്ങളെ വിടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചേർന്ന് സഹകരിക്കും കേട്ടോ. നിങ്ങൾക്ക് സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിൽ പോയവർ വിചാരിക്കും അവരെ സ്വതന്ത്രം പറയത്തുള്ളൂ. അതുകൊണ്ട് അവരെ ബീറ്റ് ചെയ്യുന്നതൊക്കെ കർത്താവിന് സന്നിധിയിൽ നിങ്ങൾ ഇരിക്കണം. സ്വതന്ത്രം. ട്രയംഫിങ് ഓവർ ദം അറ്റ് ദ ക്രോസ്. ക്രൂശിൽ ദേവോത്സവം കൊണ്ടാടി. മോനെ തിരിച്ചിട്ട് ഓക്കെ, താങ്ക് യു. ലോക ചരിത്രത്തിൽ ജീവചരിത്രങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അനേകം മഹാന്മാരുടെ അവരെവിടെ ജനിച്ചു, ഏത് പാരമ്പര്യമായിരുന്നു, എന്തെല്ലാം ഈ ഭൂമിയിൽ ചെയ്തു, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവർ ചെയ്ത പരാക്രമങ്ങൾ, ഇതൊക്കെ എഴുതി ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ചില ഗാന്ധിജി, നെഹ്റു, പിന്നെ ഹിറ്റ്ലർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഇവരുടെ എല്ലാം ജനിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ എഴുതി വെച്ച ഹിസ്റ്ററീസ് ഉണ്ട്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഹിസ്റ്ററി എഴുതിയ ഒരുവനേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. 1600 പരം വർഷങ്ങൾക്ക് മുമ്പ് മോശ, പഴയ നിയമത്തിന് മധ്യസ്ഥനായ മോശ ഉൽപ്പത്തി പുസ്തകം പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതുന്നു, സ്ത്രീയുടെ സന്തതിയായ ഒരുവൻ വരും. ദൈവത്തിലെ നമ്മൾ പിൻപറ്റുന്നവൻ യാദൃശ്യമായി പൊട്ടിമുളച്ചവനല്ല. സ്തോത്രം. സ്ത്രീയുടെ സന്തതി 1600 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മുതൽ പഴയ നിയമത്തിലെ തിരശ്ശീല ഇടുന്ന മലാഖ് വരെ ഏകദേശം 420 വർഷത്തിന് മുമ്പ് മലാഖ് എഴുതി തീർത്തു, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി വരും. ഏകദേശം 25ഓളം പ്രവാചകന്മാർ ഇവനെപ്പറ്റി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ചരിത്രം പോലെ എഴുതി. എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ആരിൽ ജനിക്കും, കന്യക ഗർഭിണിയായി. ഓ, ഈ ദൈവത്തെക്കുറിച്ച്, ഈ കർത്താവിനെ പ്രസംഗിക്കാനുള്ള സന്തോഷം എത്രയെന്നറിയാമോ? ജീവനില്ലാത്തവരുടെ പുറകിൽ എന്തെല്ലാം ചെയ്യുന്ന ലോകം ജീവനുള്ളവനെ ആരാധിക്കുവാൻ, ദൈവം നിന്ന് സൗഭാഗ്യത്തിനായി സ്തോത്രം, അവനെ പ്രസംഗിക്കുവാൻ ആയുസ് മുഴുവനും ഇത് കരങ്ങളെടുത്ത് പ്രസംഗിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവനെ പോലെ വലിയവനാരുമില്ല. എന്ത് അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണെന്നറിയാൻ പാടിയത്. അവനെ പോലെ ആരാധ്യനാരുമില്ലെന്നേ. പിന്നെന്താ നമുക്ക് കൊണ്ട് ആരാധിച്ചാൽ? പ്രൈസ് ദി ലോർഡ്. എവിടെ എങ്ങനെ ജനിക്കണം, എവിടെ ജനിക്കണം, ശൈശവം എവിടെയായിരിക്കും, കൗമാരം എവിടെയായിരിക്കും, ശുശ്രൂഷ എവിടെയായിരിക്കും, ആരായിരിക്കും, എങ്ങനെ മരിക്കണം, കാൽവരി മരണം, എത്ര നാൾ ഭൂമിയായിരിക്കും, എന്ന് ഉയർത്തെഴുന്നേൽക്കും, എന്ന് സ്വർഗാരോഹണം ചെയ്യും, എന്ന് മടങ്ങി വരും. ഇതൊക്കെ ചരിത്രം വേണോ? ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഭൂമിയുടെ ചരിത്രത്തിലുള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ്. അവൻ്റെ മകനാ ഞാനെന്ന് പറയത്തെ തൻ്റെ ഇടമാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ നിത്യതയുടെ കാലയളവിൽ അവൻ മുന്നമേ നമ്മെയും എന്നെയും കണ്ടല്ലോ, അതോർത്ത് കർത്താവിനെ സ്തുതിക്കണം. അതാണ് ആരാധന. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ക്രൂശിനെ ധ്യാനിച്ച്. ഇന്ന് രാവിലെ പാടിയുമ്പോൾ ക്രൂശ് നിരപ്പിക്കുന്ന തലമാ. പാപം ചെയ്ത മാനവജാതി ദൂരവേ ആയിരുന്നപ്പോൾ, ഞാൻ അവിടേക്ക് പിന്നീട് വരാം, യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതില്ല നമുക്ക് സന്തോഷം. അങ്ങനല്ലയോ? അതെ, അതായിരിക്കട്ടെ നമ്മുടെ പ്രസംഗവും, നമ്മുടെ ജീവിതവും, നമ്മുടെ ആരാധനയും. ഇന്ന് വ്യക്തികളെ ഉയർത്തുന്ന മീറ്റിംഗ് പലതും, അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന മീറ്റിംഗ് അതല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള യേശുവിനെ.
പൗലോസ് പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും നടന്നുപോയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ ഞാൻ ഒന്നും അറിയുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഓക്കെ, അനീതിയുടെ വിധിയെ മായ്ച്ചു കളഞ്ഞ സ്ഥലമാ ഏത്? പാപവും ശാപവും മരണവും. ഇപ്പോഴും ശാപം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതിന് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതാ വേറെ വിഷയം. മുറിക്കുക, അതാ ഈ ബ്രേക്ക് ചെയ്യുന്ന പറയുന്നത്. അത് നമ്മുടെ വിഷയമല്ല. മുറിക്കുന്നവർ മുറിക്കട്ടെ, കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകട്ടെ. പക്ഷെ ഒരു കാര്യം, ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നടക്കേ വരുത്. മനസ്സിലായില്ല? ഇന്നലെ രാത്രി കേട്ടാൽ ഓർക്കുന്നുണ്ടോ? എല്ലാം ശുദ്ധമായി എല്ലാമായി ക്രൂശിലെ മരണം കൊണ്ട് ഞാൻ ദൈവവേദനായി തീർന്നു പറഞ്ഞാലേ അവനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ മറ്റവൻ വീണ്ടും കയറി വരും. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, വിശ്വാസത്തിലേക്ക് വന്ന് ദൈവവേദനായി അന്യഭാഷ വരെ പറയുന്നു, പക്ഷെ അവരുടെ പേര് ഭൂതം. അവരുടെ പൈശാചികനുണ്ട്, ഭൂതമുണ്ട്, ശാപമുണ്ട്, പാപമുണ്ടെന്ന് തെളിയിക്കുക. അവരുടെ മേലെ എങ്ങനെ വന്നത്? അപ്പോൾ ഇതെല്ലാം ഇല്ലയോ? മത്തായിയുടെ സുവിശേഷം വായിച്ചു പോകണം, അന്നേരം അറിയാം. നീ അവനെ എന്നുവരെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നില്ലേ, മറ്റവൻ അപ്പോഴും അവകാശമുണ്ട്. ഒരു സ്വതന്ത്രം പറയാമോ? അതുകൊണ്ടാണ് പൗലോസ് വെളിപ്പാടിൽ പറഞ്ഞ മർമ്മമായിട്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അവനെ ഉള്ളിൽ ഉണ്ടെങ്കിലേ പിശാച് അടുക്കാതിരിക്കത്തുള്ളൂ. നിന്റെ അന്യഭാഷയൊന്നും പിശാചിന് വിഷയം, നിന്നേക്കാൾ വടിവത്ത് അവൻ പറയും. സോദരം, നമ്മളെക്കാൾ ദൈവമക്കൾ പറയുന്ന അന്യഭാഷയേക്കാൾ വടിവത്ത് അന്യഭാഷ പറയുന്ന പിശാചിന്റെ ആത്മാവ്. ഞങ്ങൾ ഒത്തിരി കണ്ടു വന്നതാ. ഉത്തരം എന്നിട്ട് ഈ ബിഡിസോട് ചോദിച്ചാൽ അറിയാം, ഭൂതാത്മാവിനെ ഇറക്കുക. ഭൂതത്തെ അവർ നമ്മളൊന്നും വലിയ കാര്യം, നമ്മൾ ശരിക്കും ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ തന്നെ അങ്ങ് പോയിക്കൊള്ളാമേ എന്ന് പറയും. അഭിഷേകം പ്രാപിച്ചവർക്കും പേടിയായി ഈ ഭൂതം ഇങ്ങോട്ട് കയറി വന്ന്. ഞാൻ ഒരു കാര്യം വേണ്ടേ, ദൈവവൈതലാണ് കർത്താവ് ഉള്ളിലുള്ളവർ ഒരു പേടിയും വേണ്ട. ഒരു സ്വതന്ത്രം പറയണേ. ഇവനെ ഉള്ളിലാക്കാൻ വേണ്ടിയാണ് ആത്മാവിലുള്ള ആരാധനയും തിരുവചന ധ്യാനവും. വചനം കേട്ട് ആത്മാവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവനായി നിന്നാൽ നിന്റെ കൂടാരത്തിനടുത്ത് ഒരു പിശാചും വരികയില്ല. അത് തന്നെ വിശ്വസിക്കണം. സ്തോത്രം. നമ്മൾ അന്യഭാഷയൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും ഭൂതത്തിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ണുപോലും അടയ്ക്കത്തില്ല. എന്താ പേടിയാ? ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറയും, നമ്മൾ ഒന്നിച്ച് ആരാധിക്കാൻ പോവുക, കണ്ണൊക്കെ അടച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോഴും പേടിയാ. കാരണം ഇത് കണ്ണടച്ച പുള്ളി ഇങ്ങോട്ട് കയറിയെങ്കിലോ? വിഷയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തമാശ പറയുന്നതല്ല. ഉള്ളിൽ അവനെ പ്രതിഷ്ഠിച്ചാൽ നിന്നെ തൊടുവാൻ പിശാചിന് അധികാരമില്ല. സ്തോത്രം. So let us go to Golgotha. ഗോൽഗോത്തയിലേക്ക് നമുക്ക് പോകാം. പെട്ടെന്ന് പറയണം. ഗോൽഗോത്തയിൽ 3 കുരിശുണ്ട്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുരിശ്. കൈയെത്തി തൊടാനേ ഉള്ളൂ രക്ഷകൻ. പക്ഷേ അവന് ചാൻസ് നഷ്ടപ്പെടുത്തി. പാതാളത്തിലേക്ക് അവൻ്റെ ആത്മാവ് പോയി. ഒന്നാമത്തെ കുരിശ്. അപ്പുറത്തെ കുരിശ്, പാപത്തിൽ അവൻ്റെ അമ്മ അവനെ ഗർഭം ധരിച്ചു, പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, പാപപ്രവൃത്തി ചെയ്തു, ശിക്ഷ അവൻ അനുഭവിച്ചു, ക്രൂശിലെ മരണം. പക്ഷെ ഒരു കൈപ്പാട് ദൂരെ രക്ഷകൻ കിടക്കുന്നു. ഈ രണ്ടുപേരും ഒരുപോലെ നടുക്കുള്ളവരെ കുറ്റപ്പെടുത്തിയതാ.
പക്ഷേ ക്രൂശിൽ കിടന്നുകൊണ്ട് അവനെ തിരുവായി മൊഴികളെ ശ്രദ്ധിച്ചപ്പോൾ ദൈവമക്കളെ, അവൻ്റെ വായിലെ വചനം വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ സാഹചര്യം മാറും, ചിന്തകൾ മാറും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുവരെയും ചരിത്രത്തിൽ ഇവൻ കണ്ടിട്ടില്ല. അടുത്തത് ഞാനങ്ങ് വിചാരിക്കും, എൻ്റെ ആശയമാണ് അടുത്തത്, ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചോദ്യത്തിന് മറുപടി. എന്താ ചോദ്യം? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കൊട്ടാരത്തിനൊരു മറുപടിയില്ല. അതിന് പകരം കൊട്ടാരം പരിഭ്രമിച്ചു. പക്ഷേ ഞാനിത് വിചാരിക്കുക, അവൻ നോക്കിയപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ഇതാ എഴുതി വെച്ചിരിക്കുന്നു 3 ഭാഷയിൽ. യഹൂദന്മാരുടെ രാജാവ്. നിന്റെ എല്ലാ ചോദ്യത്തിനും മറുപടി ക്രൂശിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ ചോദിക്കാമോ? ഞാൻ 2 തടി വെച്ച ക്രൂശല്ല ഈ പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. അത് കഴുത്തെ വെച്ച് നടക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. നിന്റെ എല്ലാ ചോദ്യത്തിലും ക്രൂശിൽ ജയം ഏറ്റെടുത്തവനുണ്ട്. അവൻ പറഞ്ഞു, 1 സെക്കൻഡിനകത്ത് അവന്റെ നിത്യ നരകം ഒഴിഞ്ഞുപോയി. നരകമല്ലല്ലോ, നഗരമല്ലയോ? അല്ല, നരകം. നിത്യ പാതാളം ഒഴിഞ്ഞു. അന്നേരമേ പർദീസയിൽ ചെന്നു. ഓ, എന്തൊരു കളിയാ! രക്ഷകനെ ഒന്ന് സ്വീകരിച്ചാൽ എന്തൊരു മാറ്റമാ! മാറ്റം വന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ! സ്വർഗം നമുക്ക് കരസ്ഥമായി നമ്മുടെ സ്വന്തമാ. മരണം ഒരു അവസാനമല്ല. ഇന്നലെ പകൽ പ്രിയ പിതാവിൻ്റെ ബോഡി കൊണ്ടുപോയി ഞങ്ങൾ സൗത്ത് പാർക്കിൽ അടക്കണമെന്നുള്ളത് വചനമായത് കൊണ്ട് എന്തുവാ മർത്യമായത് അമർത്യത്തെ പ്രാപിക്കണം. എന്നാൽ ഇന്നലെയല്ല പ്രിയ പിതാവി ഭൂമിയിൽ നിന്ന് പോയത്. ചൊവ്വാഴ്ച രാവിലെ 7:30 കണ്ടല്ലേ? രാവിലെ എന്ത് ചെയ്തു? താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അടുക്കൽ പോയി. മരണം അവസാനമാണോ? നോ. ഇറ്റ്സ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവർ ക്രിസ്ത്യൻ ഫെയ്ത്ത് വാക്ക്. അതല്ലേ ഞാൻ പലപ്പോഴും പറയാത്ത വാക്യമുണ്ട്. ഏതെന്നറിയാമോ? ഓർക്കുന്നുണ്ടോ? ഇല്ല. അവൻ എൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. അതൊക്കെ പറയുമ്പോൾ സന്തോഷിക്കും കേട്ടോ. അവനെൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, തൻ്റെ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിൽ എന്ന് പറഞ്ഞാൽ എന്താ? മഹത്വത്തിൽ ചെല്ലുന്നവരെയും കൈവിടാത്തൊരു ദൈവം. ഭൗതിക ശരീരം മണ്ണിൽ നിന്നെടുത്തു മണ്ണോട് ചേരണം. കാരണം ഗോതമ്പൊടി നീലത്തില്ലെങ്കിൽ ഇന്നില്ല. പക്ഷെ ഒരിക്കൽ കാഹളം ധ്വനിക്കും. ഈ വചനം ശരിയാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അന്ന് നാം അവിടെ കാണണം. Praise the Lord. കാഹളം ധ്വനിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവനെ പിൻപറ്റിയത്, അവനോടുകൂടെ നിത്യത കഴിയുവാൻ. ഞാൻ മുൻപോട്ട് പോട്ടെ. 3-ാമത്തെ കുരിശ്. പാപമില്ലാതെ ജനിച്ചവൻ, പാപമില്ലാതെ വളർന്നവൻ. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താമെന്ന് തൻ്റെ അടുത്തോട് ചോദിച്ചവൻ. 33 തിരുവയസ്സിൽ കോർട്ടിൽ പോയിട്ട് ജഡ്ജി വിധിച്ചു ഇവൻ തെറ്റുകാരനല്ലെന്ന്. വിശുദ്ധനായവന്റെ ക്രൂശ. എന്താ കാര്യം എന്നറിയാമോ? ഇന്നത്തെ ലോകത്തിലൊക്കെ ജീവിച്ചു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മദർ തെരേസയൊക്കെ വിശുദ്ധയാക്കി. ഏതാണ്ട് 1-2 കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ഇവൻ ജനിച്ചപ്പോഴേ വിശുദ്ധ പ്രജയായിരുന്നു. ജനിച്ചപ്പോഴേ വിശുദ്ധ പ്രജ, ജനിച്ചപ്പോഴേ രാജാവ്,
ജനിച്ചപ്പോഴേ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ ദൈവത്തെ പിൻപറ്റുവാൻ തന്ന ഭാഗ്യം എത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോട്ടെ. ഈ 3 ക്രൂശ് കഴിഞ്ഞ് പെട്ടെന്ന് പറയാം, ചില ആരംഭങ്ങൾ ഞാൻ ചില ആൾക്ക് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആദാമ്യ ആരംഭം. മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചു. To reflect his image. Not only that, അവനോട് കൂടെ കൂട്ടായ്മയാചരിക്കാൻ, സഹവസിക്കാൻ. ഇത് തന്നെ വെളിപ്പാടിൻ്റെ അവസാനം കാണുന്നത്. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവമക്കളെ, ദൈവത്തിന് ആരും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, തൻ്റെ സൃഷ്ടിയോടുകൂടെ വസിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതൊക്കെ ചിലപ്പോൾ ചിന്തിക്കണം കേട്ടോ. ഏതൻ ദൈവത്തിൻ്റെ തോട്ടം എന്നായിരിക്കുന്നത്, അല്ലയോ? ദൈവത്തിൻ്റെ തോട്ടമായി ഏതൻ തോട്ടം, ദൈവത്തിൻ്റെ തോട്ടമായി ഏതനിൽ അവനെ കൊണ്ടുപോയി ആക്കി. അങ്ങനെയാണെങ്കിൽ പുതുനിയമ വെളിച്ചത്തിൽ വിളിച്ചു പറയട്ടെ, ഇത് ദൈവത്തിൻ്റെ തോട്ടമാ പുതുസഭ. സഭയെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. സഭായോഗങ്ങളെ ബാക്കി പറയാമോ, ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തിൻ്റെ ഭവനമാണ്. ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യ ജോലി ചെയ്യുമ്പോൾ പലർക്കും അറിയാം, വർഷത്തിലോ 2 വർഷത്തിലോ 5 വർഷത്തിലോ വീട്ടിൽ ചെല്ലുന്നത് എന്ത് സന്തോഷമെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ദൈവ ഭവനത്തിൽ സന്തോഷമുണ്ടോ? ഭവനത്തിലാക്കി ഞാൻ വിചാരിക്കുക, ദൈവത്തിൻ്റെ തോട്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനം. പാപം ചെയ്തു, ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ഭവനത്തിൽ നിന്ന് പുറത്താക്കി. അതാണ് ഒന്നാമത്തെ ആരംഭം. 2, ഈ ജനം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് കായിൻ്റെയും ഹാബേലിൻ്റെയും കാര്യം. ദൈവം അവനോട് അടുക്കും തോറും മനുഷ്യൻ അവൻ നകന്നു പോകുന്നു. 6-ാം അധ്യായമായപ്പോഴത്തേക്ക് പാപം, ജനം പെരുകി, പാപവും പെരുകി. ജനത്തെ എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് നശിപ്പിച്ചു. 8 പേര് മാത്രം ശേഷിച്ചു. ഒന്നാമത്തെ ആരംഭം 2 പേരിൽ, രണ്ടാമത്തെ നോഹൈക ആരംഭം 8 പേരിൽ. സ്തോത്രം. അവർക്കൊരു സംശയം ഉണ്ടായിട്ട് കാണാൻ പോയതുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ? പണ്ട് ചിക്കാഗോയിൽ ഒരു അമ്മാമ്മ ഹോളി ലാൻഡ് കാണാൻ പോയി. പറഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ചു വന്നപ്പോൾ ഒരു സന്തോഷിപ്പിച്ച പാട്ട്. ആ പാട്ട് പുള്ളിക്കാരത്തി എഴുതാന്ന് പറഞ്ഞത്, പക്ഷേ പുസ്തകത്തിലുള്ളതാണ്. പാട്ടമ്മാമെന്നാണ് അമ്മാമ്മ ഞങ്ങൾ വിളിക്കുന്നത്. കാരണം ഓരോ സഭായോഗത്തിനും സാക്ഷി പറയുമ്പോൾ ഒരു പാട്ട് പാടും. ഞാൻ ഇന്നലെ എഴുതുക, അത് നമ്മൾ വീട്ടിൽ പോയി നോക്കുക, പുസ്തകം നേരത്തെ ഉള്ളതാണ്. അതുകൊണ്ടാണ് പാട്ടമ്മാമെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആ അമ്മാമ്മ ഡാൻസിലുണ്ട് കേട്ടോ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുട്ടിട്ടുണ്ട്. അല്ല, അമ്മാമ്മ ഡാൻസ് നിങ്ങൾ ഇന്ന് അങ്ങോട്ട് വിളിച്ച അമ്മാമ്മയായിരുന്നോ പാട്ട് പാടിയൊന്നും ചോദിച്ചേക്കരുത്. ആ അമ്മാമ്മ ഹോളി ലാൻഡിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെയും സന്തോഷിപ്പിച്ചൊരു പാട്ട് പാടി എഴുന്നേൽപ്പിച്ച് പറയാം, ഇപ്പോഴായിരിക്കും പക്ഷേ ഇതൊക്കെ ശരിയായിരുന്നെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകത്തിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ്. പുള്ളി അവിടെ പോയി കണ്ടേച്ച് മതി എന്ന് പറഞ്ഞ പോലെ പോയിരിക്കുക. ഒരു സ്വന്തം പറയാമോ? പെട്ടകത്തിൽ 8 പേർ. പുതിയ ആരംഭം. ദൈവ ഉദ്ദേശത്തിനു വേണ്ടി ദൈവം ചെയ്യുന്ന പുതിയ ആരംഭങ്ങൾക്കായി സ്തോത്രം പറയാമോ? അങ്ങനെയെങ്കിൽ 2024 പകുതി കഴിഞ്ഞു, ഒരു പുതിയ ആരംഭം ദൈവം ചെയ്യുമെന്ന് വിചാരിക്കാമോ? എന്നും ഒരുപോലെ ഇരിക്കാൻ വിചാരിക്കരുത്.
കർത്താവേ, ഒരു പുതിയ കൃപ, ഒരു പുതിയ ആരംഭം, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ വചനം. എപ്പോഴും പുതിയൊന്ന് ചെയ്യും ദൈവമാ. നോഹയുടെ ആരംഭം, അവിടെയും ജനം ഫെയിലായി. അവസാനം വന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ഒരു വ്യക്തി വിളിച്ചു, അബ്രഹാമി ആരംഭം. ഒരു വ്യക്തിയിൽ കൂടി ദൈവം ഒരു ജാതിയെ വേർതിരിച്ചു. ലോകം അറിയണം ഈ ജനത്തിന് ഒരു ദൈവമുണ്ടെന്ന്. ചിലർ പറയാനുണ്ട്, ഈ ഇസ്രായേലിനെ മാത്രം മാറ്റി ബാക്കി എന്തിനാ ദൈവം എല്ലാവരെയും കൊന്നത്? നമ്മുടെ കുഴപ്പമാണ്, ദൈവത്തിൻ്റെ കുഴപ്പമല്ല, ജനത്തിൻ്റെ കുഴപ്പമാണ്. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവനാ നമ്മുടെ സൂക്ഷിപ്പുകാരൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, രക്തം ഉള്ള വീടിന്റെ മുൻപിൽ ആര് വരികയില്ല? സംഹാരകൻ സംഹരിപ്പൻ. മരണമല്ലത്, ഈ ലോകത്തുനിന്ന് വേർപെട്ട കാര്യമല്ല ഈ പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു വ്യക്തിയും കഴിയത്തില്ലെന്നാ പറഞ്ഞേ. എന്താ കാര്യം? ദൈവം അവിടെ ഉണ്ടെന്നേ, അങ്ങനെ എഴുതിക്കുന്നത്. അവൻ ആ ഭവനത്തിന് മുമ്പിൽ കൂടെ ഉണ്ട്, അവനുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷനും അവനാ. സ്തോത്രം. കഴുതയുടെ ഊരിൽ നിന്ന് ഒരുവനെ വിളിച്ചു. അവസാനം ലാസ്റ്റ് വൺ, ബാക്കി പിന്നീട് പറഞ്ഞോളാം. ലാസ്റ്റ് വൺ ആദാമ്യ ആരംഭം, അടുത്തത് നോഹയുടെ ആരംഭം, അബ്രഹാമി ആരംഭം. വർഷങ്ങൾ നീണ്ടു നിന്നു. സ്വന്തം ജനം പോലും അവനെ മനസ്സിലാക്കിയില്ല. ഇസ്രായേൽ ജനം കണ്ടതുപോലെ ഒരു അത്ഭുതം ഈ ഭൂമിയിൽ ഒരു വ്യക്തിയും കണ്ടില്ല. തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഇത്രയും ചെയ്യുമോ? തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ചെങ്കടൽ വിഭജിക്കുമോ? തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം പുതിയ വഴി ഒരുക്കുമോ? തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം സ്വർഗത്തിൽ മന്ന പൊഴിയിക്കുമോ? പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുമോ? സമ്പത്തിലെ കാടപ്പക്ഷിയെ കൊണ്ടുവരുമോ? ശത്രുവിന് മുൻപിൽ വെച്ച് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടുവച്ചിരിക്കുന്ന ദേശം കൊടുക്കുമോ? ദൈവം ആരംഭമിട്ട് ആ ജനത്തിനു വേണ്ടി അത്രയും ചെയ്തുവെങ്കിൽ ഒരാരംഭം കൂടെ ഉണ്ട്, ക്രിസ്തുവിലുള്ള ആരംഭം. എല്ലാം ഫെയിലായപ്പോൾ, എല്ലാ ആരംഭങ്ങളും ഫെയിലായപ്പോൾ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. നമ്മൾ പിൻപറ്റുന്ന മാർഗം പരാജയത്തിന്റെ മാർഗമല്ല. പിന്മാറിപ്പോയ യഹൂദൻ പോട്ട്, നമുക്ക് ലഭിച്ചത് നസറേനായ യേശുവിനെയാ. അവൻ പരാജയപ്പെടുന്നവരല്ല. അദൃശ്യ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നവർ പോലും നോക്കി നിന്ന് ലഭിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യമൊരുക്കി. കൃപയാൽ 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 ഇവനെ രക്ഷിതാവായി സ്വീകരിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ, എനിക്ക് ഒത്തിരി കാലം പറയാനുണ്ട്. മരണത്തിൽ നമ്മെ വിടുവിച്ച് സ്വർഗത്തിൻ്റെ മണിമകുടത്തിലിരുത്തുവാൻ ക്രൂശാ സഹായിച്ച. ക്രൂശ് ചെയ്ത ഒന്നുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കൂടെ ഉള്ളൂ, അധികമില്ല. ക്രൂശ് വിജയത്തിൻ്റെ സ്ഥലമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. കേൾക്കുന്നവന് വിചാരിക്കുന്നുണ്ട് ഇവൻ പോലും കരയാണല്ലോ. തിരുവചനം പഠിച്ചാൽ കരയില്ല, എൻ്റെ കരച്ചിലാ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ ഭവനമായ തോട്ട
തോട്ടത്തിൽ നിന്ന് അവനെ ഇറക്കി വിട്ടപ്പോൾ അവൻ കരഞ്ഞ കരച്ചിലാണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ നോക്കണം. ദൈവത്തോട് കൂടെ വസിക്കുവാൻ സ്വന്തം കരം കൊണ്ട് അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഒരു ചെറിയ അപാകത വന്നു എന്ന് തോന്നിയപ്പോൾ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മടങ്ങിക്കേറുവാൻ കഴിയാതെ വണ്ണം ഊരിയ വാളുമായി ദൂതനെ നിർത്തി. അന്ന് ആദാമ്യക്കുലൻ കരച്ചിൽ കരഞ്ഞ കാര്യം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്തിനാ കരഞ്ഞറിയാമോ? വാളേ ഇടയനെ വെട്ട്. ക്രൂശ് വെട്ടുമായിരുന്നു. ഇറങ്ങിപ്പോയവനെ ദൈവ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കരച്ചിലാണ്. അത് നമുക്കാ ഭാഗ്യം ലഭിച്ചത്. സ്വന്തം പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ച് സ്വന്തം തോളിൽ തലചായ്ച്ച് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിന്നെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരണ്ട, എല്ലാം ക്രൂശിൽ നിവർത്തിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. ഞാനങ്ങ് പറയട്ടെ, 2 കരങ്ങൾ ആണി അടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. കരങ്ങളിലല്ല ആണി അടിച്ചത്. ഒരു കരം പാപം, ഒരു കരം ശാപം. പാപത്തിന്മേലും ശാപത്തിന്മേലും കരങ്ങൾ അടിച്ചു, ആണി അടിച്ചു. 3 കാല് പിശാചിന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. കൊലോസ്യർ 1:20 പറയുന്നു, ക്രൂശ് മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. 1:20. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം ഇനിയും സമാധാനമില്ലെന്നാണ് പറയരുത്. ഒരു സ്വത്രം പറഞ്ഞേ. ലോകർക്ക് സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആത്മീയ സമാധാനം നഷ്ടപ്പെടുന്നത് സകല ബുദ്ധിയെയും കവിയും. മരണം, വേർപാട് ദുഃഖകരമാകട്ടോ, അതിൻ്റെ മധ്യയും ഒരു സമാധാനമുണ്ട്. ആ ഭവനവും ഞങ്ങളുടെ ഭവനവും ഒക്കെ പലത് കണ്ടതാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ മുമ്പ് വെച്ച് പോയത് കണ്ടതാ. എന്തുകൊണ്ട് ശുശ്രൂഷ ഒന്നും വിട്ടില്ല? ദിവ്യ സമാധാനത്തിൽ ഉള്ളം നിറച്ചു. അവരുടെ മരുമകനും എന്നെ മരുമകനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കുടുംബങ്ങളെ തമ്മിൽ പ്രാർത്ഥിച്ച് മുന്നേറിയവരാ. എന്താ കാര്യം? ക്രൂശ്. ആ കാര്യം ഒരു സ്വതന്ത്രം പറയണേ. ദിവ്യ സമാധാനം എങ്ങനെ ഭാഷ എഴുതിയിരിക്കുന്നത്? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം. ഇത് അനുഭവിച്ചവർ ദൈവത്തെ സ്തുതിക്കാമോ? അവിടെ വായിച്ചോട്ടെ പാട്ടെ. തന്നോട് ക്രൂശ് ഏത് സ്ഥലമാ? നിരപ്പിന്റെ സ്ഥലമാ. ഒരു നല്ല സ്വതന്ത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. പിതാവിനോട് നമ്മെ നിരപ്പിച്ച സ്ഥലമാ ക്രൂശ്. ആരാ നാം? പുറംപറമ്പിൽ എറിയപ്പെട്ടവർ, യാതൊരു ദയയും തോന്നാതി, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നവർ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. അവരെ പിടിച്ചുകൊണ്ടുവന്ന പിതാവിനോട് അടുപ്പിച്ച ഭവനത്തിലാക്കി. ദിവ്യ സമാധാനം ഉള്ളിൽ തന്നു. ഇതിലും വലുത് എന്താ വേണ്ടത്? അടുത്ത ക്രൂശ് മരണം മാറ്റി ജീവനെ തന്നതാ. ബൈബിൾ വായിക്കുന്നത് ജീവനും ഭക്തിക്കും ഒന്നും വാക്യമില്ലേ? 10 ലേഖനത്തില് എന്തുവാ ജീവൻ? നിത്യജീവനാ തന്ന. ദൈവമക്കളെ, ദൈവാലയത്തിൽ ദൈവസേവ വരുമ്പോൾ ഇതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല ഇത്. നിത്യജീവനെ തന്നു. 2, ഭക്തിക്ക് ആവശ്യമായത്.
ഭക്തിക്കാവശ്യമായി ദൈവത്തിൻ്റെ ക്രമീകരണമാണ് ദൈവസഭ. ഭക്തിക്കാവശ്യമായി ദൈവത്തിൻ്റെ ക്രമീകരണമാണ് ശുശ്രൂഷക വൃന്ദം. ഭക്തിക്കാവശ്യമായി ദൈവത്തിന് ക്രമീകരണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഭക്തിക്കാവശ്യമായി ദൈവത്തിൻ്റെ ക്രമീകരണമാണ് ദൈവദാസന്മാർക്കുള്ള ലഭിക്കുന്ന വചനങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രൂശ് സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. ആന്നോ ഇല്ല? അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഈ പാവപ്പെട്ട് ഉപദേശിച്ച് പറയുന്നത് ഒന്നും ചിരിച്ചുകൊണ്ടിരിക്കാനൊക്കെ. തൻ്റെ മുൻപിൽ കണ്ട സന്തോഷം ആര് കണ്ടതാ? പുത്രൻ കണ്ടതാ, ഇല്ലയോ? മുൻപിൽ കണ്ടോ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? നിന്നെ അലക്ഷ്യമായി ക്രൂശ് സഹിച്ചു. അങ്ങനെയാണ് ക്രൂശ് സന്തോഷ സ്ഥലമാണോ? ക്രൂശ് മുഖാന്തരം ദൈവഭവനത്തിലേക്ക് വന്നവർ സന്തോഷിക്കണമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവർ എന്ന് പറയുന്നവർ ആത്മാവിൽ സന്തോഷിക്കണം. ക്രൂശ് നിത്യതയെ ഉറപ്പാക്കുന്ന സ്ഥലമാണ്. ക്രൂശ് നമ്മെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ക്രൂശ് നമ്മെ ദൈവഹിതത്തിന് വേണ്ടി ഒരുക്കുന്ന സ്ഥലമാണ്. എക്സാമ്പിൾ ആ ക്രൂരനക്കാരൻ ശീമോൻ ക്രൂശ് ചുമന്നത് കൊണ്ട് അവനും അവൻ്റെ കുടുംബവും യഹോവ കർത്താവിൽ പ്രസിദ്ധനായ, നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവിനെ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ IAS അതൊന്നുമല്ല. അങ്ങനെയൊക്കെ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ വെച്ച് ഒറ്റമുണ്ട് എടുത്തുകൊണ്ട് ചെരുപ്പ് നടന്നതാണ്, ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വലിയ അവരൊക്കെ ആയി. അതൊക്കെ നല്ലതാ, തെറ്റല്ല കേട്ടോ, അതൊന്നും നല്ല സാക്ഷ്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നിത്യതയിൽ കാണുമോ അതാ വിഷയം, അതാ വിഷയം. അവർക്ക് ലഭിക്കേണ്ട നിത്യതയാ, അത് നഷ്ടപ്പെട്ടു പോകരുത്. പഠിത്തം നല്ലതാണ്, എല്ലാം നല്ലതാണ്. എന്നാൽ പാരൻസിന്റെ ഉത്തരവാദിത്വമാണ് അവരെ ഒരു നല്ല കാഴ്ചപ്പാടോട് നടത്തുക. എനിക്ക് ആ വാക്ക് വലിയൊരു കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ്. ദ ലാസ്റ്റ് വൺ, അതൊന്ന് വായിച്ചിട്ട് ഒരു വാക്ക് ഒന്ന് പാടി സ്തുതിക്കാൻ പോവുക. അത് 6:14 ഗലാത്യലേഖനം, ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 4. അയ്യോ, ആരാ പറയുന്നേ? പൗലോസ്. ലോകപ്രകാരം ഒത്തിരി പറയാനുണ്ട്. നമ്മുടെയൊക്കെ സ്റ്റേജുകളിലെ പ്രശംസ കണ്ടാൽ ഈ ഓരോരുത്തരും പുകഴ്ത്തുന്നത് കണ്ടാൽ, ചിലരെ മരണശേഷം പുകഴ്ത്തുന്നത് കണ്ടാൽ നന്നായി പോയി. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. എൻ്റെ മകനും പറഞ്ഞ, എന്നെ അറിയാത്തവരൊന്നും സ്റ്റേജ് കയറ്റിട്ട് താടിയെന്ന് ഉണ്ടല്ലോ. ഇവിടെ ശുശ്രൂഷയാണോ നിങ്ങൾക്കറിയാമല്ലോ. എന്നെ പേഴ്സണൽ അറിയാത്തവരൊന്നും ഈ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറയിപ്പിക്കാൻ വേണ്ട, അങ്ങനെയുള്ളവർ എൻ്റെ ശുശ്രൂഷ നടത്തുക വേണ്ടെന്ന്. അതുകൊണ്ട് ആ പാട്ട് സാക്കുട്ടിയെ കൊണ്ട് ജയിച്ചേ. ജീവിച്ചിരിക്കും വല്ലതും പറയും, ഈ പാട്ട് നല്ല ഭാഷ എന്തെങ്കിലും പറ. നോക്കിയിരിക്കുക സ്റ്റേജിൽ കയറി പറയാൻ എന്നെ പറ്റി. ഹല്ലേലൂയ. വല്ലതും പറയുവാണെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നത്. വല്ലവരും അവിടെ ഇവിടെ പോയി കുറ്റം പറയാം, കുറ്റവും പറ, നല്ല കാര്യവും നേരെ പറ. കുറച്ചുകൂടെ ഞാനിവിടുന്ന് ക്രമീകരിക്കട്ടെ. ഞാൻ അവിടെ നിന്നും ചിന്തിക്കുകയാണ്, ഞാൻ കഴിയുമ്പോൾ എന്തെല്ലാം പറയുമായിരിക്കും എന്നെ പറ്റിയെന്ന്. കുറഞ്ഞു പറയാം എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും. പക്ഷെ ഒരു കാര്യം, പറയിപ്പിക്കത്തക്കവണ്ണമായിരിക്കണം ജീവിതം. അതാരും ഗവനിക്കാറില്ല. മറ്റുള്ളവരെ കൊണ്ട് നല്ല കാര്യം പറയിപ്പിക്കത്തക്കവണ്ണമായിരിക്കണം ജീവിതം. എനിക്കെന്തെങ്കിലും പുകഴുവാനുണ്ടെങ്കിൽ, എഴുന്നേക്കാം. എനിക്ക് എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടെങ്കിൽ അവൻ്റെ ക്രൂശിലും, പാട്ട് പാടുന്നത് വേറെ ആണെങ്കിൽ ഈ ഒരു പാട്ടുകളുണ്ട്, എനിക്കു പാട്ടും പ്രശംസയും
ദൈവ കുഞ്ഞാ തൻ കുരിശും എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ്റെ കുരിശും. ക്രൂശ് സന്തോഷത്തിന്റെ സ്ഥലമാണ്. ഒരു സ്വന്തം പറയാമോ? പരാജയത്തിന്റെ സ്ഥലമല്ല. ക്രൂശ് സന്തോഷ സ്ഥലമാണ്, പരാജയമല്ല സ്ഥലമല്ല. അങ്ങനെ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. പക്ഷേ പഠിക്കണം. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടകൻ ഭക്തർക്ക് പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. ഭാഗത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ഭാഗത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. അഗ്നി നിന്നെ അതി നിങ്ങൾ കവിയുമില്ല. അഗ്നിയതിൽ നാലാമത്ത അഴിമ നടകൊണ്ടുള്ള അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല. അതി നിങ്ങൾ കവിയുമില്ല. അഗ്നിയതിൽ നാലാമത്ത അഴിമ നടകൊണ്ടുള്ള ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനു വരും. തൻ തോലും വടിയും കൂടന്നും ആശ്വാസമായി. പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനു വരും. തൻ തോലും വടിയും കൂടന്നും ആശ്വാസമായി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമായി. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമായി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക്
സംഹാരകൻ കടന്നു പോ. ദൈവത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽ കീഴാക്കി നമുക്ക് എതിരായി എഴുതിയ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അത് ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. ലോകം നോക്കിയപ്പോൾ കള്ളന്മാരുടെ നടുവിനെ ക്രൂശിച്ചു. പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു, അവൻ അവയെ പരസ്യകൊലമാക്കി. ക്രൂശിൽ തറച്ചു, ജയോത്സവം കൊണ്ടാടി. ഭക്തന്റെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? മരണം മാറി, ജീവൻ തന്നില്ലേ. ഇന്ന് രാത്രി സന്തോഷത്തോടെ മടങ്ങിപ്പോൾ, ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ മടങ്ങിപ്പോൾ ആ തോട്ടത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. ആ ഭവനത്തിൽ നമ്മെ ആക്കിയല്ലോ. അവന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച ഒരു കൃപ തന്നല്ലോ. അവനെ ആരാധിപ്പാൻ സാഹചര്യം ഒരുക്കിയല്ലോ. നിത്യത വരെയും നിത്യതയോളവും നമ്മെ കൈക്ക് വിളിക്കുന്നവൻ, കൈവിടാത്ത ഒരു ദൈവം. ചുരുക്കം വാചകങ്ങളിലെ വചനം മാത്രം ധ്യാനിച്ച് പ്രിയ പൊന്നച്ചായൻ പ്രാർത്ഥിക്കാമോ? ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കാം.